ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ലോകം കണ്ട അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഈ ഭൂമിയിൽ യേശുവിനെ പോലെ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. യേശുവിനെ പോലെ ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് ഉറപ്പായും പറയാൻ കഴിയും. യേശുവിനെ പോലെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. യേശുവിനെ പോലെ ആരെങ്കിലും കല്ലറയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ ഇനി രണ്ടാമതും വരുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. മരണത്തെ തോൽപ്പിച്ച് പുനരുത്ഥാനം ചെയ്യുവാൻ ആർക്കാണ് സാധിക്കുക? യേശു പുനരുത്ഥാനം ചെയ്തില്ലെങ്കിൽ കല്ലറയിൽ എല്ലാം അവസാനിക്കുമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു പലർക്കും പലതവണ പ്രത്യക്ഷനായി. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാർക്ക് ശക്തി കൊടുത്തതും പഴയ മുക്കുവ ജോലിയിലേക്ക് തിരിഞ്ഞ പത്രോസിനെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി മാറ്റിയതും യേശുവിൻ്റെ പുനരുത്ഥാനമാണ്. യേശുവിൻ്റെ ക്രൂശ് മരണത്തോടെ എല്ലാം അവസാനിച്ചുവെന്ന് കരുതി യെരുശലേമിൽ നിന്നും എമ്മോസിലേക്ക് തങ്ങളുടെ പഴയ ജോലിയിലേക്ക് മടങ്ങിയ രണ്ട് ശിഷ്യന്മാർ യെരുശലേം കിഴക്ക് ഭാഗത്തും എമ്മോസ് പടിഞ്ഞാറ് ഭാഗത്തുമാണെന്ന് തിരുവെഴുത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഉദയത്തിൽ നിന്നും അസ്തമനത്തിലേക്ക് മടങ്ങിയ ശിഷ്യന്മാർ ജീവിതത്തിൽ നിരാശ പൂണ്ട അനുഭവത്തിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ ഉയർത്തെഴുന്നേറ്റ യേശു അവർക്കും പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. ഒടുവിൽ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തി. യേശുവിന്റെ പുനരുത്ഥാനം അവരെ തിരികെ യെരുശലേമിലേക്ക് എത്തിക്കുവാൻ ഇടയായി തീർന്നു. നാം നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ യേശുവിനെ കൂടെ കൂട്ടുമോ? ഇരുളടഞ്ഞ വഴിയിൽ യേശുവിന്റെ വചനം വിളക്കും വെളിച്ചവുമാകാറുണ്ടോ? ദാവീദ് പറഞ്ഞു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 119 സങ്കീർത്തനം അതിൻ്റെ 105 വചനം. എന്നും സമാധാനം ഇച്ഛിക്കുകയും സമാധാനം തേടി പോകുന്നവനുമാണ് മനുഷ്യൻ. ഈ സമാധാനമാണ് യേശു നമുക്ക് തരുന്നത്. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 27 വചനം. യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ മർമ്മം സമാധാനമാണ്, പ്രത്യാശയാണ്. ആദാമിൽ കൂടി നമ്മിൽ പാപം കടന്നു വന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രയും. ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. റോമാലേഖനം 6 അധ്യായം അതിൻ്റെ 23 വചനം. നാം പാപം ചെയ്തതിനാൽ മരിക്കേണ്ടവരാണ്. ഏദൻ തോട്ടത്തിൽ നിത്യജീവന്റെ ഫലം ആദാമും ഹൗവായും രുചിച്ചില്ല. ദൈവകൽപ്പനയെ ധിക്കരിച്ചതുകൊണ്ട് പാപത്തിന്റെ ശിക്ഷയായ മരണം അവരിൽ കടന്നു വന്നു. എന്നാൽ ആ മരണത്തെ യേശു കാൽവരിയിൽ സ്വയം ഏറ്റെടുത്തതിനാൽ നമുക്ക് പാപമോചനവും നീതീകരണവും സാധ്യമായി. സ്ത്രീയുടെ സന്തതി സാത്താനാകുന്ന സർപ്പത്തിന്റെ തല ചതച്ച് മരണത്തെ ജയിച്ചു. ഇന്ന് നാം പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട. കാൽവരിയിൽ യാഗമായ യേശു ആ ശിക്ഷ സകല മനുഷ്യർക്കും വേണ്ടി ഏറ്റുവാങ്ങി നമ്മെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. ആദാം ഏദൻ തോട്ടത്തിൽ രുചിച്ചു നോക്കാത്ത ഫലം രുചിച്ചു നോക്കുവാൻ യേശു കൃപ ചെയ്തു. ഇനി മരണമില്ല. ലോകത്തിൽ സകല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ മാത്രം ഇന്നും തുറന്നു കിടക്കുന്നു. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, ഇനി മരണം ഉണ്ടാകുകയില്ല. നിത്യജീവനായി കാൽവരിയിൽ നട്ടപ്പെട്ടിരിക്കുന്ന നിത്യജീവന്റെ വൃക്ഷത്തിലേക്ക് നോക്കാം. നിത്യജീവൻ അവകാശികളാകുവാൻ വിശുദ്ധിയോടെ പ്രത്യാശയോടെ ജീവിക്കാം. കാരണം യേശു മരണത്തെ തോൽപ്പിച്ച് ജയം തരുവാനിടയായി തീർന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15 അധ്യായം
അതിൻ്റെ 55 മുതൽ 57 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.